ഇത് റോയൽ എൻഫീൽഡിൻ്റെ ഒരു കീ സെറ്റാണ്. ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ ഇട്ട് ഇഗ്നിഷൻ കീ ഓൺ ആക്കിയാലും സപ്ലൈ വരില്ല. എന്നിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിയിൽ സപ്ലൈ വരും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ വണ്ടി ഓടിച്ച് പോവുകയാണെങ്കിൽ ചെറിയ ഗട്ടറിലൊക്കെ വീഴുമ്പോൾ ഈ കീ ഒന്ന് ഷെയ്ക്ക് ആയി കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോവുക, അതായത് സപ്ലൈ കട്ടായിട്ട് വണ്ടി ഓഫായി പോവുക. ഇത് സാധാരണ നമ്മൾ വർക്ക്ഷോപ്പിലൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് മാറ്റുകയാണ് ചെയ്യുക, കീ സെറ്റ് റീപ്ലേസ് ചെയ്യും. പക്ഷേ നമുക്കൊരു ചെറിയ ഒരു ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാലം കൂടി ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല മൂർച്ചയുള്ള ബ്ലേഡോ കത്തിയോ എടുത്തിട്ട് ഇതേപോലെ എഡ്ജൊക്കെ ഒന്ന് പതുക്കെ കട്ട് ചെയ്യും. 3 ഭാഗവും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതുക്കെ ഇതൊന്ന് വിടർത്തിയ ശേഷം ഇത് ഇങ്ങനെ വരും. ഇതെടുത്തു കഴിഞ്ഞാൽ ഇത് വരും. ഇത് ഈ കീ ഇങ്ങനെയാണ് വർക്ക് ചെയ്തത്. നമ്മൾ കീ ഇട്ട് ഇങ്ങനെ തിരിക്കുമ്പോൾ ഇത് റൊട്ടേറ്റ് ആവും. ഇത് ഈ പ്ലേറ്റിൽ ഉരഞ്ഞിട്ടാണ് ഇങ്ങനെ സപ്ലൈ വരികയും കട്ടാവുകയും ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇത് മൊത്തം ഒരു ഫംഗസ്, അതായത് ക്ലാവ് പിടിച്ചിട്ടുണ്ട്. കണ്ടോ? അതുകൊണ്ടാണ് ഈ കീ ഒന്ന് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ഷെയ്ക്ക് ചെയ്യുമ്പോൾ സപ്ലൈ വരുന്നത്. ഇതിൻ്റെ മേലെ ക്ലാവ് ഉള്ളത് കൊണ്ടാണ്, അതായത് ഈ ഫംഗസ് ഉള്ളതിനെ കൊണ്ടാണ് അതായത് ഇങ്ങോട്ട് കീ ഓൺ ചെയ്ത് കഴിഞ്ഞാലും കറക്റ്റ് കോണ്ടാക്റ്റ് കിട്ടാത്തത്. ഇത് നമ്മളൊരു നല്ല ക്ലോത്തോ എന്തെങ്കിലും എടുത്ത് ക്ലീൻ ചെയ്യാം. ഇത് നല്ല ക്ലോത്ത് ഇട്ടിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാം. അപ്പോൾ ഏകദേശം നല്ല കളർ വന്നിട്ടുണ്ട്. വെച്ചിട്ട് ഓവർ നമ്മുടെ ചുരണ്ടുകയും ചെയ്യരുത്. എന്നിട്ട് ചെറിയ രീതിയിലൊരു ലൂബ്രിക്കേഷൻ ചെറുതായിട്ടൊന്ന് ഓയിലാക്കിയിട്ട് ബാക്കി നമ്മൾ ക്ലീൻ ചെയ്യണം. ഇങ്ങനെ ആക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്ലാവ് പിടിക്കുന്നത് കുറയും. ഇത് ക്ലീൻ ചെയ്ത ശേഷം ഇത് ശരിക്കും പ്രോപ്പറായിട്ട് ഓരോരോ കണ്ടില്ലേ, ഈ ഗ്യാപ്പ് കയറേണ്ട ഓരോരോ കട്ടകളുണ്ട്. അത് സ്യൂട്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ സെറ്റായിരിക്കും. ഇപ്പോൾ ഇതിലെ ഏറ്റവും വലിയ കട്ട ഇതിൻ്റെ അകത്തിടാണ്. ഓക്കെ, വീണ അതിൽ ലോക്കായിട്ടുണ്ട്. എന്നിട്ട് ഇനി നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് നല്ല രീതിയിൽ സീൽ ചെയ്യണം. ഇതൊക്കെ ബെൻഡൊന്നും കാണാതെ, അതായത് നല്ല ഫിറ്റ് ചെയ്തിട്ട് നല്ലോണം സീൽ ചെയ്യണം. ഇതേപോലെ ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് നല്ല രീതിയിൽ സീൽ ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ കാലം കൂടി ഈ കീ സെറ്റ് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അല്ലേ?